ഈ നെട്ടൂര് റെയിൽപാലം കടന്ന് കുണ്ടന്നൂർ പാലത്തിൻ്റെ അരികിലേക്ക് എത്തുമ്പോഴേക്കും ഭയങ്കര ഒരു സന്തോഷം തോന്നും കേട്ടോ. എന്താണെന്ന് ഞാൻ വഴിയേ പറയാം. പിന്നെ ഈ പ്രത്യേകിച്ച് നമ്മൾ ഈ പാലം കടന്ന് പോകുമ്പോഴേക്കും അടുത്തെത്തിയല്ലോ എന്നുള്ളൊരു ഫീലിംഗ് ആണേ. അപ്പോൾ പേൾപ്പിന്നിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ശനിയാഴ്ച ഉച്ച മുതൽ ഞായറാഴ്ച ഉച്ച വരെയുള്ള വീഡിയോയാണേ. ഉച്ചയ്ക്ക് തന്നെ പോരാൻ കാരണം പൊന്നുവിന് രാവിലെ ആയിരുന്നു ട്യൂഷൻ, 11:30 വരെ ആയിരുന്നു. അപ്പോൾ ട്യൂഷൻ കഴിഞ്ഞ് അവൾ വന്നപ്പോഴേക്കും എൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ അടുക്കിപ്പെറുക്കലും തുടയ്ക്കലും ഒക്കെ ആയിരുന്നു. കാരണം നമ്മൾ 2 ദിവസത്തേക്ക് മാറി നിൽക്കുമ്പോഴേക്കും നീറ്റാക്കി ഇട്ടിട്ട് പോകുന്നില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അതുപോലെ ഫുഡ് ബാക്കി വന്നതൊക്കെ പാക്ക് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മുണ്ടമ്പയിലേക്ക് പോവുകയാണ്. ഇവിടെ വന്ന് ഓട്ടോ ഇറങ്ങി ഈ വഴി കൂടെ നടന്ന് ഈ വീട് കാണുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമാണെന്നറിയാമോ. നമ്മുടെ പൂച്ചക്കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഓടി വന്നേനായിട്ട് അടുത്തോട്ട്. നമ്മുടെ ആ ഒരു മണം കിട്ടിയാൽ മതി. അത് ഏതെങ്കിലും ഒരു വീട്ടിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മുടെ അടുത്തോട്ട് ഓടി വന്ന് കരച്ചിലും വർത്താനം പറച്ചിലൊക്കെ ആയിരിക്കും കേട്ടോ. ഞാനിപ്പോൾ പറയാൻ വിട്ടുപോയതാണേ, നമ്മുടെ പൂച്ചക്കുഞ്ഞിനെ പിന്നെ ആരും എടുത്തുകൊണ്ടേ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. യോണ്ടാൻ കഴിഞ്ഞിട്ട് ഈ കുഞ്ഞിനെ യോണ്ടാൻ്റെ കുഞ്ഞാണ്, അതിനെയും കൂടി ആരും എടുത്തുകൊണ്ട് പോയി കളഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾക്കിപ്പോൾ അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ ഉറപ്പിച്ചിരിക്കുന്നത്. അല്ലാതെ തന്നെ അത് മിസ്സായി പോണതല്ല കേട്ടോ. ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഗാർഡനാണ് കേട്ടോ നോക്കിയത്. എല്ലാം ചെടികളൊക്കെ നല്ലപോലെ വളർന്ന്, മഴയുള്ളതുകൊണ്ട് നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് പോയതാണല്ലോ. അപ്പോൾ മഴയുള്ളതുകൊണ്ട് നന്നായിട്ട് വളർന്ന് കാട് പോലെ ആയിട്ടുണ്ട് കേട്ടോ. ബൊഗെയിൻവില്ലയൊക്കെ എന്നെ അന്വേഷിച്ച് പോണ പോലെ എങ്ങോട്ടൊക്കെ പടർന്നു പോകണുണ്ടേ. അപ്പോൾ നമ്മുടെ എൻട്രൻസിൽ തന്നെ ഇരിക്കുന്ന മൂന്നാറുകാരെല്ലാം നല്ല ഉഷാറായിട്ട് ഇരിക്കുന്നുണ്ട്. എപ്പോഴും വെള്ളമൊഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു എന്താ പറയുക, ഒരു മഴച്ചാറ്റലിൻ്റെ ഇത് കൊള്ളണ കാരണം നല്ല കുഴപ്പമില്ലാണ്ട് വാടാണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ബാഗ് അകത്തുകൊണ്ട് വെച്ചിട്ട് ടെറസിലേക്കാണ് പോയത്. അപ്പോൾ സ്റ്റെയർ കേസിലിരിക്കുന്ന നമ്മുടെ ഡാൻസിങ് ലേഡിയിലൊക്കെ ഒത്തിരി പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് ഡാൻസിങ് ലേഡിയിൽ ഇത്രയധികം പൂക്കലകൾ ഒരുമിച്ചുണ്ടാവുന്നത്. പിന്നെ പീജിയൻ ഓർക്കിഡിലാണെങ്കിലും പൂക്കൾ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ മഴവെള്ളം വീണിട്ട് ഇങ്ങനെ വാടിയ പോലെയാണ് കേട്ടോ നിൽക്കുന്നത്. ബൊഗെയിൻവില്ല നമ്മൾ എന്താ പറയുക, പ്രൂൺ ചെയ്ത് വെച്ചതിൻ്റെ ഒരെണ്ണം പോയിട്ടാ. പിന്നെ മുകളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയൊരു കാര്യമാണ്, നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൽ 3 എണ്ണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് എനിക്ക് കായ പിടിച്ച് കിട്ടുന്നത്. ഒരു പ്രാവശ്യം പൂവുണ്ടായി, അത് കൊഴിഞ്ഞു പോയി, പിന്നെ കാ പിടിച്ചില്ലായിരുന്നു. ഇപ്പോൾ കുറേ നാൾ കൂടിയാണ്. പിന്നെ അച്ചിങ്ങ പയറിൽ അച്ചിങ്ങ ഉണ്ടായിട്ടുണ്ട്. അതെനിക്ക് പടർത്തി കൊടുക്കാൻ സാധിച്ചിട്ടില്ല, നെറ്റ് വാങ്ങിച്ചു വെച്ചിട്ട്. പിന്നെ മത്തങ്ങ പോയിട്ടാ, അത് ചീഞ്ഞു പോയി തോന്നണം. അതുപോലെ പാവൽ പിടിച്ചങ്ങനെ വന്നിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ലാണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക്, ഉണക്കമുളക് നട്ടില്ലായിരുന്നോ, അതിൻ്റെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അതിൽ മുട്ടൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ പടർന്ന് പിടിച്ചിരിക്കുന്നത് ചെറുപയറാണെന്നാണ് എനിക്ക് തോന്നണത് കേട്ടോ. പിന്നെ നമ്മുടെ കിലോ പേരയിൽ 2 പേരൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു പ്രാവശ്യം വന്നപ്പോൾ 3-4 പൂക്കളൊക്കെ കണ്ടായിരുന്നു. ചിലത് കൊഴിഞ്ഞു പോയെന്നാണ് കേട്ടോ എനിക്ക് തോന്നണത്. പക്ഷെ 2 കായ പിടിച്ചിട്ടുണ്ടേ. പ്ലാവും തൈക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ടേ. പിന്നെ ഈ ഗ്രേപ്പ് വൈൻ ആണെങ്കിൽ 2-3 ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടായിരുന്നു. ഒടിഞ്ഞു പോയോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. വലിയ ആരോഗ്യമില്ലാത്ത രീതിയിലാണ് നിൽക്കണം. അപ്പോൾ അതിനെന്തെങ്കിലും വളമിട്ട് കൊടുക്കണം പോണതിന് മുന്നേ. പിന്നെ നമ്മുടെ അടീനിയത്തിൽ വിത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും മഴയത്ത് മാറ്റി വയ്ക്കാത്ത കാരണം കുറച്ച് ഉഷാറില്ലാണ്ടാണ് കേട്ടോ നിൽക്കുന്നത്. പിന്നെ ഈ സൈഡിൽ താഴെ വെച്ചിരിക്കുന്ന ചെടികളുടെ ഇടയിലൊക്കെ നല്ലപോലെ പുല്ലൊക്കെ വളർന്നിട്ടുണ്ട്. അതെനിക്കൊരു പണിയായിട്ടുണ്ട് കേട്ടോ. ജൂഡ്സനാണെങ്കിലും അതിൻ്റെ ഇടയ്ക്കോട്ട് കയറാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് എന്ന് വെച്ചാൽ രാവിലെ വന്നിട്ട് കുളിച്ച് ഡ്രസ്സ് മാറി ജോലിക്ക് പോകും. പിന്നെ വൈകുന്നേരം വന്ന് കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ വാങ്ങിച്ച് അപ്പം തന്നെ നെട്ടൂരോട്ട് വരുവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ജൂഡ്സന് സമയം കിട്ടാത്തതുകൊണ്ട് പുല്ല് പറിക്കലൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ അതൊക്കെ കണ്ട് ഒന്ന് ആസ്വദിച്ച് അകത്ത് കയറിയതാണേ. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന ബാലൻസ് ഫുഡുള്ളത് ഞാനിവിടെ ഫ്രിഡ്ജിൽ വെക്കാമെന്ന് കരുതി ഫ്രിഡ്ജ് തുറന്നപ്പോഴേക്കും അയ്യോ എനിക്ക് മതിയായി പോയിട്ടാ. കാരണം കുറച്ച് ഇവിടെ ചട്ടിയിൽ അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പാല് വാങ്ങിച്ചതിൻ്റെ ഉപയോഗിച്ചതിൻ്റെ ബാക്കിയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. പക്ഷേ ജൂഡ്സിന് അതൊന്നും തുറന്ന് നോക്കാറുമില്ല, കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എല്ലാം ചീഞ്ഞ ഇടയ്ക്ക് ഇങ്ങനെ ഓഫാക്കിയിട്ടിട്ട് പോരണ കാരണം എല്ലാം ചീഞ്ഞും പൂത്തും ഒക്കെ നമുക്ക് കളയേണ്ട അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഞാനോർത്ത് എല്ലാം അങ്ങോട്ട് കളഞ്ഞ് കാലിയാക്കാമെന്ന് കരുതിയിട്ടാ. അങ്ങനെ ഒരു ഡീപ്പ് ക്ലീനിങ് തന്നെ ഫ്രിഡ്ജിന് വേണ്ടി വന്നു. നമ്മുടെ ഡിഷ് വാഷിൻ്റെ ലിക്വിഡും പിന്നെ വിനാഗിരിയും ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് അത് വെച്ചാണ് കേട്ടോ ഞാൻ തുടച്ചെടുത്തത്. നല്ല ക്ലീൻ ആയിട്ടാണ് എല്ലാം ഈ ഉണങ്ങി പിടിച്ചിരുന്നതും അഴുക്കും എല്ലാ സാധനങ്ങളും പോകുന്നു. ആ ചീഞ്ഞ സ്മെല്ല് വരെ പോയിട്ടാ. പിന്നെ ഞാൻ കുറേ നേരം തുറന്നിട്ടേച്ചേ, ഓഫ് ചെയ്തിട്ട് ചെയ്തതാണല്ലോ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ രാത്രി ആയപ്പോഴാണ് കേട്ടോ, കിടക്കണതിന് മുന്നെയാണ് ഫ്രിഡ്ജ് അടച്ചതും ഓൺ ചെയ്തതും അതിൽ സാധനങ്ങൾ വെച്ചതും. എന്നാലും ഒത്തിരി സാധനങ്ങളൊന്നും ഉണ്ടായില്ല. നമ്മൾ രാത്രി കഴിച്ച ഫുഡിൻ്റെ ബാലൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വെക്കാനായിട്ട്. പച്ചക്കറികളായിട്ടോ ഫ്രൂട്ട്സ് ആയിട്ടോ മറ്റെന്തെങ്കിലും ആയിട്ടോ നമ്മൾ വാങ്ങിക്കുന്നില്ല കേട്ടോ ഇവിടത്തേക്ക്. കാരണം ഞാൻ വരുമ്പോൾ മാത്രമേ ഇവിടെ പാചകം ചെയ്യാറുള്ളൂ. ജൂഡ്സനൊന്നും ഉണ്ടാക്കാറൊന്നുമില്ല. ചിലപ്പോൾ ചായ പോലും ജൂഡ്സന് തിളപ്പിക്കാറില്ല. അപ്പോൾ പിന്നെ പാലും വാങ്ങിക്കാറില്ല.
അപ്പോൾ ഫ്രിഡ്ജ് ചീത്തയായി പോകണ്ടല്ലോ എന്ന് കരുതിയിട്ട് 1-2 മണിക്കൂർ ഓൺ ചെയ്ത് ഇടാം. അങ്ങനെയാണ് ഞാൻ ജൂൾസനോട് പറഞ്ഞത്. ബാക്കിയുള്ള സമയത്ത് ഓഫാക്കി ഇട്ടാൽ മതിയല്ലോ, വെറുതെ കറണ്ട് ചാർജ് കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ. ക്ലീനാക്കി കഴിഞ്ഞപ്പോൾ ഇതങ്ങോട്ട് പൊക്കിക്കൊണ്ട് പോയാലാന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചെങ്കിലും അവിടെ തീരെ സൗകര്യമില്ല കേട്ടോ. നമുക്ക് ഒന്നാമത്തെ കാര്യം പവർ പ്ലഗ് ഇല്ല. പിന്നത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെക്കാനുള്ള സ്പേസും ഇല്ല. എല്ലാം കൂടി ഭയങ്കര കൺജസ്റ്റഡ് ആയി പോകും. ഇപ്പം തന്നെ തിങ്ങി നിറഞ്ഞ പോലെയാണ് ഇരിക്കുന്നത്. രാത്രി അവളുടെ സൈക്കിളൊക്കെ എടുത്ത് അകത്ത് വയ്ക്കുന്ന കാരണം ഒട്ടും സ്പേസ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഫ്രിഡ്ജ് പോലെയുള്ള സാധനങ്ങളൊന്നും കൊണ്ടുപോകാത്തതും. അന്നുള്ള സാധനങ്ങൾ മാത്രമാണ് അവിടെ നമ്മളിപ്പോൾ വാങ്ങിക്കുന്നതും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും. പാലൊക്കെ തന്നെ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നേരത്തെ ചായ കൊണ്ട് അത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ചിലപ്പോൾ പിരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ വിശേഷത്തിലേക്ക് തന്നെ വരാം. അപ്പോൾ ഞാൻ ഈ സാധനങ്ങൾ ഇതിൻ്റെ ട്രേകളൊക്കെ എടുത്ത് മാറ്റിയല്ലോ. മാറ്റിയ സമയത്ത് ധൃതി പിടിച്ച് ചെയ്തപ്പോഴേക്കും ഞാൻ നോക്കിയില്ല കേട്ടോ ഇതെങ്ങനെയാണ് ഇരിക്കണേന്നൊന്നും. വല്ല കാലത്തുമാണല്ലോ നമ്മൾ ഈ ഫ്രിഡ്ജ് ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യണത്. അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലും വീണത് തുടച്ചെടുക്കുന്നല്ലാതെ ഇതുപോലൊരു ക്ലീനിങ് ഒന്നും എപ്പോഴൊന്നും ചെയ്യാറൊന്നുമില്ല. അപ്പോൾ ഈ സംഭവം ഞാൻ മറന്നുപോയേ. പിന്നെ ആ ചില്ലിൻ്റെ ട്രേ വയ്ക്കാനായിട്ട് പൊന്നു നോക്കി കുറേ പ്രാവശ്യം നോക്കിയിട്ടും ശരിയായില്ല കേട്ടോ. പിന്നെ ലാസ്റ്റ് ഞാൻ തന്നെ അത് ശരിയാക്കി വെച്ചിട്ടാ. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ഡോറിൻ്റെയും കൂടി എല്ലാം ഒന്ന് സെറ്റാക്കി കുറച്ച് നേരം നീങ്ങി നിന്ന് ആസ്വദിച്ച് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ നടുവേദനയ്ക്ക് ഒരു ഇത്തിരി ആശ്വാസമുള്ളതിൽ എനിക്ക് തോന്നിയത്. കാരണം 2-3 മണിക്കൂർ ഇതിന്മേൽ കിടന്ന് പണിതതാണേ. ഒരു പ്രാവശ്യം ഇതുപോലെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ ഓർക്കും കേട്ടോ, ഇനി ഇത്ര അഴുക്കാക്കരുത്, അതിന് മുന്നേ തന്നെ ക്ലീൻ ആക്കണം, ഫുള്ളായിട്ട് ഇതുപോലെ ഡീപ്പ് ക്ലീനിങ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഈ വിചാരിക്കൽ മാത്രമേ ഉള്ളൂ. പിന്നെയും അതേ അവസ്ഥയിൽ എത്തുമ്പോഴേ ഇതുപോലൊരു ക്ലീനിങ് നടത്താറുള്ളൂ. എൻ്റെ കാര്യമാണേ ഞാൻ പറഞ്ഞത്. നിങ്ങൾ എങ്ങനെയാണെന്ന് പറയണേ. എപ്പോഴും ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ മാസത്തിലൊരിക്കലെങ്കിലും ഇങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു സമയം വെച്ചൊക്കെ ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യുന്നവരാണോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പള്ളിയിൽ പോയതേ ഇപ്പം എത്തിയുള്ളൂ. നടന്നിട്ടേ ഓട്ടോ കിട്ടിയില്ല, നടന്നിട്ട് ഭയങ്കര ക്ഷീണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിൽക്കണേ. ഇനി ചപ്പാത്തി ചൂടാക്കണം. പൊട്ടറ്റോ കറി ഉണ്ട്, ചിക്കൻ വെച്ചിട്ടില്ല, ചിക്കൻ വെച്ചിട്ട് വേണം. അപ്പോൾ പൊട്ടറ്റോ കറിയും കൂട്ടി ചപ്പാത്തി കഴിക്കാമെന്ന് ഓർത്ത്. പൊട്ടറ്റോയും ചപ്പാത്തിയും നമ്മുടെ നെട്ടൂർ വീട്ടിൽ ശനിയാഴ്ച രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അതായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്ന ഒരു 6 ചപ്പാത്തി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും ഈ 2 വെച്ച് അത് കറക്റ്റ് ആണല്ലോ എന്ന് ഓർത്ത് ഞാൻ ചപ്പാത്തി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചപ്പാത്തിയും അതിൻ്റെ ബാലൻസ് വന്ന കറിയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ സൺഡേ രാവിലെ എടുത്തത് കേട്ടോ. അപ്പോൾ പൊന്നൂനും ജൂട്സനും കറി മതി, ജാം വേണ്ടാന്ന് പറഞ്ഞ കാരണം ഞാൻ ജാം കൂട്ടിയാണ് കേട്ടോ കഴിച്ചത്. പിന്നെ ജൂട്സൺ കുർബാനയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 3 പ്രാവശ്യത്തേക്കുള്ള കറിക്കായി. ഞായറാഴ്ച ഉച്ചയ്ക്ക് എടുക്കാം, രാത്രി എടുക്കാം, തിങ്കളാഴ്ച ഉച്ചത്തേക്കും ആകുമല്ലോ. കൂടുതൽ എന്തെങ്കിലും കറികൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ ബാലൻസ് വരണം കൊണ്ട് ഞാൻ നെട്ടൂരോട്ട് പോകേണ്ടി വരും. അപ്പോൾ എല്ലാം ചുമക്കണമല്ലോ എന്ന് കരുതിയിട്ടാണ് ഒരു കറിയിൽ അങ്ങ് ഒതുക്കുന്നത്. എന്തെങ്കിലും ബാലൻസ് വന്നാൽ അത് ചേരുവകളാണെങ്കിലും കറികളാണെങ്കിലും നമുക്കത് കൊണ്ടുപോകേണ്ടി വരും നെട്ടൂരേക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഒറ്റ കറിയിൽ തന്നെ ഒതുക്കുന്നത്. അപ്പം ഇത് മിക്കവാറും തിങ്കളാഴ്ചയോടുകൂടി തീരാനാണ് സാധ്യത. അപ്പോൾ എനിക്കെല്ലാം കഴുകി പെറുക്കി വെച്ചിട്ട് പോവാമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി മുണ്ടൻവേലി വിശേഷങ്ങൾ നാളത്തെ വീഡിയോയിൽ ഇടാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.